പൊന്നാനി നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചയ്ക്കെതിരെ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ രംഗത്ത്. മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയ്ക്കെതിരെ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ ഷംസു രംഗത്തെത്തിയത്. നിരവധി ശുചീകരണ തൊഴിലാളികളും മാലിന്യ സംസ്കരണത്തിന് മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ജൈവമാലിന്യങ്ങൾ ചീഞ്ഞുനാറുന്ന സാഹചര്യത്തിലാണ് കൗൺസിൽ യോഗത്തിൽ നഗരസഭയുടെ വീഴ്ചയ്ക്കെതിരെ സ്ഥിരം സമിതി അധ്യക്ഷൻ രംഗത്തെത്തിയത്. മഞ്ഞപ്പിത്തം ജില്ലയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും പൊന്നാനി പള്ളപ്രം പാലത്തിന് താഴെയുള്ള ഭാഗത്ത് മാലിന്യം വലിച്ചെറിയുന്നതും ഇത് ചീഞ്ഞുനാറുന്നതും പതിവായിട്ടും നഗരസഭ ആരോഗ്യ വിഭാഗം യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് സ്ഥിരം സമിതി അധ്യക്ഷൻ ആരോപിച്ചത്. കൃത്യമായ സ്കോർ രൂപീകരിക്കണം. നെയ്റ്റിലും പുണർച്ചയും ഒക്കെ പൊന്നാനിയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവനക്കാരുണ്ടാവും. ഇങ്ങനെ പോയാൽ എന്താവും? പൊന്നാനിയിലേക്ക് ഒരാൾ വരാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്ന അവസ്ഥ ഉണ്ടായാൽ ആര് മറുപടി പറയും? ഇവിടുത്തെ ജീവനക്കാർ കൃത്യമായിട്ട് ശരിക്കും പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ്. അത് എന്തെങ്കിലും തരത്തിൽ അതിന്റെ മേൽ നോക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അത് വീഴ്ചയാണ്. ആ വീഴ്ച പറയുന്നതിൽ എനിക്ക് അത് പണിയില്ല. വീഴ്ച ഉണ്ടെങ്കിൽ വീഴ്ച ഒഴിവാക്കണം. ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ പൊന്നാനി വ്യാപകമായ പകർച്ചവ്യാധിയിലേക്ക് വരും. മഴവെള്ളം ഒഴിച്ചു പോകാൻ കഴിയുകയും പോകാതാവുകയും ആ വെള്ളത്തിൽ ഈ പറയുന്ന മാലിന്യങ്ങൾ വന്ന് കുമിഞ്ഞുകൂടുകയും ചെയ്താൽ എന്താണ് ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെള്ളക്കെട്ടിന്റെ കൂടെ തന്നെ വെള്ളക്കെട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇടപെടൽ കൃത്യമായി നടത്തണം. പകർച്ചവ്യാധികൾ വ്യാപകമാകാൻ ഇത് ഇടയാക്കുമെന്നും ഒ ഷംസു പറഞ്ഞു. അതേസമയം ശനിയാഴ്ചയും ഞായറാഴ്ചയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് മാസ് ക്യാമ്പയിൻ നടത്താൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തകർ, കൗൺസിലർമാർ, നാട്ടുകാർ എന്നിവർ ചേർന്ന് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ശുചീകരണം നടത്തും. മഴക്കാല പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.